ബിഗ് ബോസ് മലയാളം സീസൺ 8-ന്റെ വരവിനായി മലയാളം ബിഗ് ബോസ് പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണെന്നറിയാം. എന്തായാലും ഇനി അധികം നാളുകളില്ല. സോ സീസൺ 8-ലേക്ക് ആരൊക്കെ വരും? പ്രഡിക്ഷൻ ലിസ്റ്റ് നമുക്കൊന്ന് നോക്കിയാലോ? സാധാരണക്കാർക്ക് കൂടുതൽ അവസരം കൊടുക്കുന്ന ഒരു സീസണാണ് വരാൻ പോകുന്നത്. എന്നാൽ സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് ആരൊക്കെ വരും? ആരൊക്കെ വന്നാൽ നന്നായിരിക്കും? വരാൻ സാധ്യതയുള്ളവർ ആരൊക്കെ? പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത് എന്നറിയാം. ഇത് തികച്ചും പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ്. അതിൽ ബിഗ് ബോസിൽ നിന്നും ഓഡിഷൻ കഴിഞ്ഞവരുണ്ടാകാം, ട്രൈ ചെയ്യുന്നവരുണ്ടാകാം, ഇനി വിളിക്കാൻ സാധ്യതയുള്ളവരും ഉണ്ടാകാം. സോ ആദ്യം തന്നെ അധികം പരിചിതമല്ലാത്ത തനുജ് മേനോൻ, സീരിയൽ ആക്ടർ, സിംഗർ, ആങ്കർ ഒക്കെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8-ലേക്ക് ഒരു യങ് ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽ വരാൻ സാധ്യതയുണ്ട്. അടുത്തത് മുൻ സീസണുകളിലൊക്കെ വരാൻ സാധ്യത പറഞ്ഞിട്ടുള്ള ഒരു സീനിയർ ആക്ട്രസ് ആണ് രേഖ രതീഷ്. അത്യാവശ്യം കോൺട്രവേഴ്സികളിലൊക്കെ കേട്ടിട്ടുള്ള പേരാണ് രേഖ രതീഷിൻ്റേത്. ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ്. നോക്കാം നമുക്ക് എന്തായാലും. ഇനി പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ച് തോറ്റ സിനി ആക്ട്രസ് കൂടിയായിട്ടുള്ള അഞ്ജലി നായരാണ്. സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ചകളിൽ വന്നിട്ടുള്ള പേരായതുകൊണ്ടും സീസൺ 8-ലേക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സികളിലൊക്കെ കയറി ഇടപെട്ട് ലൈവ് ലൈറ്റിൽ നിന്ന് എങ്ങനെയും ബിഗ് ബോസിൽ കയറി പറ്റാൻ വേണ്ടി എന്തും ചെയ്തു കൂട്ടുന്ന ജാസിയാണ്. LGBTQ കമ്മ്യൂണിറ്റിയെ കൂടി പ്രതിനിധീകരിച്ചുകൊണ്ട് ബിഗ് ബോസിലേക്ക് ഈ ഒരു സീസണിൽ എത്താനുള്ള സകല സാധ്യതകളുമുണ്ട്. ജാസിയുടെ പേര് പറയുമ്പോൾ വെറുതെ എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ പരസ്പരം തെറിവിളി നടത്തുന്ന ഹെലനോസ് പാട്ട, അതായത് ധന്യയുടെ പേര് കൂടി പറയേണ്ടി വരും. സാധ്യതകൾ വളരെ കുറവാണ്. എങ്കിൽ പോലും ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ 2 പേരുകളും ഇരിക്കട്ടെ. അടുത്തത് ഓൾറെഡി 1 അല്ല 2 ഭാഷകളിലെ ബിഗ് ബോസിൽ പോയി പരിചയമുള്ള മലയാളി കൂടിയായ ആയിഷ സീനത്താണ്. തമിഴ് ബിഗ് ബോസ് സീസൺ 6-ലും അതുപോലെ കഴിഞ്ഞ തെലുങ്കു സീസൺ 9-ലും പങ്കെടുത്തിരുന്നു. സിനി സീരിയൽ ആക്ട്രസ് കൂടിയാണ് ആയിഷ. സോ കഴിഞ്ഞ തവണ ഹിന്ദി ബിഗ് ബോസിൽ പങ്കെടുത്തിരുന്ന ജിസേൽ എത്തിയതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8-ലേക്ക് ആയിഷയും എത്തുമോ എന്ന് നോക്കാം. നെക്സ്റ്റ്, കഴിഞ്ഞ സീസണിൽ അവസാന സമയം വരെയും ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് തട്ടിമുട്ടിയും സീരിയൽ ഫെയിം സിദ്ധാർത്ഥ് പ്രഭു. ഇപ്പോൾ ഉപ്പുമുളകും ഫെയിം എന്നുകൂടി പറയാം. ഇടയിൽ ചെറിയ കാർ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സികളിലൊക്കെ ഉൾപ്പെട്ടിരുന്നു. അടുത്തത് ആങ്കറും ആക്ട്രസ് ഒക്കെ ആയിട്ടുള്ള എഞ്ചൽ ബേബി അശ്വതി. അധികം പരിചിതമല്ലാത്ത മുഖമാണ്, എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ 8-ൽ എത്താനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. ഇനി നമ്മുടെ PR എടുത്ത് ഹൈപ്പിലെത്തിയ, അല്ലെങ്കിൽ കഴിഞ്ഞ സീസൺ വിന്നറായ അനുമോളുടെ PR ചെയ്തിരുന്ന വിനു വിജയാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും ചെറിയ ഫിലിം ഡയറക്ഷനൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. എന്തായാലും നോക്കാം നമുക്ക്. അടുത്തത് സീനിയർ ആക്ടർ കാറ്റഗറിയിൽ ഈ ഒരു സീസണിൽ എത്താൻ വളരെ സാധ്യത കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് സാജൻ സൂര്യ. മുൻ സീസണുകളിലൊക്കെ ബിഗ് ബോസിലേക്ക് വിളിച്ചിരുന്നുവെങ്കിലും സീരിയൽ തിരക്കുകൾ കാരണം പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. സോ ഈ സീസണിൽ സാജൻ സൂര്യയുടെ വരവ് പ്രതീക്ഷിക്കാം. അടുത്തത് സീസൺ 8-ലേക്ക് നല്ലൊരു സാധ്യത പറയുന്ന മറ്റൊരു വ്യക്തിയുടെ പേരാണ് ഇനി പറയാൻ പോകുന്നത്. ബിഗ് ബോസ് റിവ്യൂവർ കൂടിയായ രേവതി. ഈ സീസണിൽ രേവതിയും കാണുമെന്നുള്ള കിംവദന്തികൾ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇനിയും പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഈ പറഞ്ഞ 11 പേരുകൾ കൊണ്ട് നിർത്തുകയാണ്. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞവരിൽ ആരൊക്കെ ബിഗ് ബോസിൽ വരണമെന്നാണ് ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യമെന്ന് കമൻ്റായിട്ടൊന്ന് പറയുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.